അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വ്യോമയാന രംഗത്തെ ഒരു അത്ഭുത നിർമ്മിതിയെക്കുറിച്ചാണ്. മനുഷ്യ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരത്ഭുതം. അപ്പോൾ നമുക്കറിയാം, ടെക്നോളജി കൊണ്ടും എൻജിനീയറിംഗ് മികവ് കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ധാരാളം വിമാനങ്ങൾ പല കാലത്തും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ടെക്നോളജി കൊണ്ട്, എൻജിനീയറിംഗ് മികവ് കൊണ്ട് കാഴ്ചക്കാരനെ കണ്ണ് തള്ളിപ്പിക്കാൻ ശേഷിയുള്ള രണ്ട് കൂട്ടരെ ഈ ലോകത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊന്ന് ജർമ്മൻകാരാണ്. പക്ഷേ നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ വിമാനങ്ങളെന്ന് പറയുന്ന സംഭവം സൃഷ്ടിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്താൻ ജർമ്മനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് കാരണം യുദ്ധാനന്തരം സംജാതമായിട്ടുള്ള ചരിത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പല പല കാരണങ്ങളുമാണ്. അങ്ങനെ നോക്കുമ്പോൾ വിമാനം നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്താൻ ശേഷിയുള്ള മറ്റേ ആ കൂട്ടർ റഷ്യക്കാരാണ്, ദ സോവിയറ്റ്സ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അമേരിക്കയുടെ എണ്ണം പറഞ്ഞ പല വിമാനങ്ങളിലും പേരുകൾ ഓരോന്നായി നിരത്തി ഞാൻ പറഞ്ഞ ഈ വാദം തികച്ചും അസംബന്ധമാണ്, തികച്ചും തെറ്റാണെന്ന് വാദിച്ചേക്കാം. ആ വാദം ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കാരണം ടെക്നോളജിക്കൽ സൊഫിസ്റ്റിക്കേഷൻ കൊണ്ട് മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, മറ്റൊരാൾക്കും അടുത്ത് പോലും ചെല്ലാൻ സാധിക്കാത്ത വിധത്തിലുള്ള പല പല വിമാനങ്ങളും അമേരിക്കക്കാർ ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് SR-17 ബ്ലാക്ക് ബേർഡ്, അല്ലെങ്കിൽ U-2, F-22 റാപ്റ്റർ, X-15, B-2 ബോംബർ, അങ്ങനെ ഒരുപാട് വിമാനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്രം അത്ഭുത വിമാനങ്ങൾ അമേരിക്കയുടെ ആയുധപ്പുരയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പക്കലുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, സാധാരണ ഒരു ജെറ്റ് വിമാനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ കൂട്ടുകൊണ്ട് ഒരു എയർ ഫ്രെയിം നിർമ്മിച്ച് അതിലേക്ക് മിസൈൽ ഉപയോഗിക്കാൻ നിർമ്മിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ റോക്കറ്റിൽ ഉപയോഗിക്കാൻ നിർമ്മിച്ച് വെച്ചാൽ 2 എഞ്ചിനുകൾ എടുത്ത് ഘടിപ്പിച്ച് അതിനെ ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗത്തിൽ പറത്താൻ മാത്രമുള്ള ചങ്കുറപ്പ് അത് റഷ്യക്കാരന് മാത്രം സ്വന്തമാണ്. അങ്ങനെയാണ് 1985 സോവിയറ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ സൃഷ്ടിച്ച ആന്റനോവ് AN-225 എന്ന വിമാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാർഗോ വിമാനമാണ്. പക്ഷേ വെറും കാർഗോ വിമാനമല്ല, മനുഷ്യൻ ഇന്നേ വരെ സൃഷ്ടിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ വിമാനം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനം, ഏറ്റവും അധികം ഭാരം എയർലിഫ്റ്റ് ചെയ്തിട്ടുള്ള വിമാനം, ഏതാണ്ട് 250 ടൺ ഭാരം വഹിച്ചുകൊണ്ട് 5000 കിലോമീറ്റർ നിർത്താതെ പറഞ്ഞിട്ടുള്ള വിമാനം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 200-ലധികം ലോക റെക്കോർഡുകൾ സ്വന്തമായുള്ള ആന്റനോവ് AN-225 എന്ന അത്ഭുത വിമാനത്തെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ, അതായത് എല്ലാ ആഴ്ചയും ഒരാൾക്ക് ഒരു ടീഷർട്ട് ഗിവ് അവേ നൽകുന്ന നമ്മുടെ മെഗാ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. തന്നെയുമല്ല, ഈ ഗിവ് അവേയിൽ ഒരു വലിയ അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായി, അതായത് 2025 മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായി ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു വിജയിക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുന്നതായിരിക്കും. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ 20,000 രൂപ വിലയുള്ളൊരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. ഇനി ഗിഫ്റ്റ് ലഭിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ സ്മാർട്ട് ഫോൺ വേണ്ട എന്നാണെങ്കിൽ അയാൾക്ക് 20,000 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ടീഷർട്ട് പോലെയല്ല, സ്മാർട്ട് ഫോൺ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അത് മാർച്ച് 31-ാം തീയതിക്ക് മുമ്പായിട്ട് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരെ മാത്രമേ ഈ സ്മാർട്ട് ഫോൺ ഗിവ് അവേയിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒട്ടും സമയം കളയാതെ ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിവ് അവേയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ ടീഷർട്ട് വിജയി ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആഴ്ചത്തെ വിജയി അനൂപാണ്. AAR7 എന്ന അനൂപിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. അനൂപ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സും scientificmalayali@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ അഡ്രസ്സിൽ എത്തിക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർ ഒട്ടും സമയം കളയാതെ ഫെർമി വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഈ ഗിവ് അവേയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ആന്റനോവ് 225 ഇത് സാധാരണ ഒരു കാർഗോ വിമാനമല്ല, ഏതാണ്ട് 200-ലധികം വേൾഡ് റെക്കോർഡുകൾ സ്വന്തമായുള്ള ഒരു അത്ഭുത വിമാനമാണ്, ഒരു അത്ഭുത നിർമ്മിതിയാണ് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സംഭവം ഒരു സോവിയറ്റ് സൃഷ്ടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥ ആരംഭിക്കുന്നത് സ്വാഭാവികമായും ഏതാണ്ട് കോൾഡ് വാർ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധാനന്തരം ലോകത്തെ ബാധിച്ച, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും USSRനും ഇടയിൽ ഏതാണ്ട് 10 പതിറ്റാണ്ടുകളോളം നിലനിന്ന കിടമത്സരമാണ് യഥാർത്ഥത്തിൽ കോൾഡ് വാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും മത്സരങ്ങളും പലതും നടന്നു. അപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയും USSR ഏറ്റവും അധികം മത്സരിച്ചത് 2 രംഗങ്ങളിലാണ്. ഒന്ന് ആയുധ നിർമ്മാണം, അതായത് പുതിയ പുതിയ ആയുധങ്ങൾ, പുതിയ പുതിയ എയർക്രാഫ്റ്റുകൾ
പുതിയ പുതിയ യന്ത്രത്തോക്കുകൾ, പുതിയ തരം മിസൈലുകൾ, ഇങ്ങനെയുള്ള ആയുധങ്ങൾ സമാഹരിക്കുന്നതിനും ഇങ്ങനെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലുമായിരുന്നു ഏറ്റവും അധികം മത്സരം നടന്നത്. രണ്ടാമത് ഇവർ ഏറ്റവും അധികം മത്സരിച്ചത് ബഹിരാകാശ ഗവേഷണ രംഗത്താണ്. അതായത് ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ എന്ന് വേണ്ട ആട്, കോഴി, പട്ടി എന്ന് തുടങ്ങി മനുഷ്യനെ വരെ അയക്കുന്നതിൽ ഇവർ നിരന്തരമായി മത്സരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ബഹിരാകാശ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ഈ ബഹിരാകാശ സഞ്ചാരത്തിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പേസ് ഷട്ടിലുകളാണ്. അതായത് റോക്കറ്റുകളുടെയും മറ്റ് സഹായത്തോടെ ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് ഏതാണ്ട് ഒരു യാത്രാ വിമാനം പോലെ അല്ലെങ്കിൽ ഒരു ജെറ്റ് വിമാനം പോലെ പറന്നിറങ്ങുകയും ചെയ്യുന്ന യാനങ്ങളാണ് സ്പേസ് ഷട്ടിലുകൾ. അപ്പോൾ നമുക്ക് സുപരിചിതമായ പേരുകളുള്ള ധാരാളം സ്പേസ് ഷട്ടിലുകൾ അമേരിക്കയുടെ പക്കലുണ്ട്. അവർ ഇത്തരം ഷട്ടിലുകൾ ഇന്നും നിരന്തരമായിട്ട് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ റഷ്യ നിർമ്മിച്ച ഒരു ഭീമാകാരൻ സ്പേസ് ഷട്ടിലുണ്ട്. അതാണ് ബുറാൻ. അതായത് അമേരിക്കയുമായിട്ടുള്ള മത്സരത്തിൻ്റെ ഫലമായിട്ട് USSR അമേരിക്കയുടെ പക്കലുള്ളതിനേക്കാളും വലിയൊരു സ്പേസ് ഷട്ടിൽ നിർമ്മിച്ചെടുത്തു. പക്ഷേ നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അതായത് ഈ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ലാൻഡിംഗ് സൈറ്റിൽ നിന്ന് USSRന്റെ പ്രധാന സ്പേസ് സ്റ്റേഷനായിട്ടുള്ള കസാഖിസ്ഥാനിലെ ബൈക്കനൂറിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ സ്പേസ് ഷട്ടിലിനെ തോളിൽ വഹിച്ചുകൊണ്ട് പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനം ആവശ്യമായിരുന്നു. അതുവരെ റഷ്യ നിർമ്മിച്ചിട്ടുള്ള, റഷ്യയിൽ അവൈലബിൾ ആയിട്ട് ഒരു തരത്തിലുള്ള വിമാനത്തിനും ഇത്രയും ഭീമാകാരനുള്ള, ഇത്രയും ഭാരമുള്ള ഈ ബുറാൻ സ്പേസ് ഷട്ടിലിനെ ചുമലിലേറ്റിക്കൊണ്ട് പറക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും കോൾഡ് വാർ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സമയമാണ്. സോവിയറ്റുകൾ ഒട്ടും പഠിച്ചില്ല. അവർ രാജ്യരാമനം ഈ സ്പേസ് ഷട്ടിലിനെ തോളിലെടുത്ത് പറക്കാൻ ശേഷിയുള്ള ഒരു വിമാനം നിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ ദൗത്യം ഏൽപ്പിച്ചത് യുക്രൈനിലുള്ള ആന്റനോവ് ഡിസൈൻ ബ്യൂറോയാണ്. അപ്പോൾ കസാഖിസ്ഥാനിലെ സ്പേസ് സ്റ്റേഷൻ, ഉക്രൈനിലെ വിമാന നിർമ്മാണ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വിചാരിക്കണം, ഈ സംഭവം നടക്കുന്ന ഈ 1980കളിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ USSRന്റെ ഭാഗമായിരുന്നു. ഏതായാലും 1985 ഈ ആന്റനോവ് ഡിസൈൻ ബ്യൂറോയുടെ എഞ്ചിനീയർമാർ ഈ സ്പേസ് ഷട്ടിലിനെ ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിമാനം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഈ വിമാനം കണ്ട എല്ലാവർക്കും, അതായത് ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനർമാർക്കും ഇത് നിർമ്മിച്ച എഞ്ചിനീയർമാർക്കും എന്ന് വേണ്ട ഇത് പറത്താൻ വന്ന ടെസ്റ്റ് പൈലറ്റുമാർക്കും എല്ലാം ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം മാത്രമുള്ളതാണ്: ഇത് ശരിക്കും പറക്കുമെന്ന്. അതായത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇതൊരു വിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര വലിപ്പമുള്ളൊരു വിമാനമാണ്. അതായത് ഏതാണ്ടൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനേക്കാളും വലിയ വിമാനം. അതായത് ഈ വിമാനം, ഈ ആന്റനോവ് 225 എന്ന് പറയുന്ന വിമാനം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിറകുകൾ ഗ്യാലറിയുടെ മധ്യഭാഗം കടന്ന് വെളിയിൽ നിൽക്കും. അതായത് നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞാൽ, ഒരു വലിയ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടത്തുന്ന ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് ഈ വിമാനം കൊണ്ടുപോയി വെച്ചുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതായത് 84 മീറ്റർ നീളം, വിങ് സ്പാൻ ആണെങ്കിൽ 88.4 മീറ്റർ. അതായത് ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഹൈറ്റിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ വിങ് സ്പാൻ എന്നാണ്. ഇനി ഇതിൻ്റെ ഉയരത്തെക്കുറിച്ച് പറഞ്ഞാൽ 18 മീറ്റർ, അതായത് 18.1 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഉയരം. 18 മീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും. അതുപോലെ തന്നെ ഭാരം ഏതാണ്ട് 265 ടണ്ണാണ് അതിൻ്റെ MD വെയിറ്റ്. മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 640 ടണ്ണോളം വരും. ഇനി ഇത്രയും വലിയൊരു വിമാനം പറത്താൻ ഉപയോഗിക്കുന്നതാട്ടെ 229.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇവ്ചെങ്കോവ് പ്രോഗ്രസ് ലത്രോവ് D18T 3 ഷാഫ്റ്റ് ടർബോ ഫാൻ എഞ്ചിൻസ് ആണ്. 2 എഞ്ചിനല്ല, 4 എഞ്ചിനല്ല, 6 ടർബോ ഫാൻ എഞ്ചിനുകൾ, അതും 229 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനുകൾ. ഇങ്ങനെ ഒരു സാധനം ഒരു പൈലറ്റ്, ഒരു സാധാരണ പൈലറ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പൈലറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. അതായത് 1985 കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് ഇത് പറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതിനെയാണ് ലോകം ആന്റനോവ് AN-225 മറിയ എന്ന് വിളിച്ചത്. ഏതായാലും ഈ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് 1-2 തവണയെ ഈ വിമാനം സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം ബഹിരാകാശ ദൗത്യങ്ങൾ അവസാനിക്കുന്നത് അതോടുകൂടി ആന്റനോവ് ഡിസൈൻ ബ്യൂറോ അല്ലെ ആന്റനോവ് എയർലൈൻസ് ഈ വിമാനത്തെ കൺവേർട്ട് ചെയ്ത് ഒരു കാർഗോ വിമാനമാക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനം പിറവിയെടുക്കുന്നത്. തുടർന്നുകൊണ്ട് ആന്റനോവ് എയർവേസിൻ്റെ ബാക്ക് ബോണായി മാറുകയായിരുന്നു ഈ AN-225 എന്ന് പറയുന്ന വിമാനം. തന്നെയുമല്ല, അതുവരെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് കരുതി പോന്നിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം ഈ വിമാനം എയർലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് പവർ പ്ലാന്റുകൾ, വിൻഡ് ടർബൈനുകൾ, ട്രെയിനുകൾ, ട്രക്കുകൾ, ബോട്ടുകൾ എന്ന് വേണ്ട യാത്രാ വിമാനങ്ങൾ പോലും ആന്റനോവ് 225 നിഷ്പ്രയാസം എയർലിഫ്റ്റ് ചെയ്ത് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു. അപ്പോൾ നമുക്ക് ഈ ആന്റനോവ് AN-225 മറിയ എന്ന സോവിയറ്റ് കാർഗോ വിമാനത്തെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഏതാണ്ട് 250 ടൺ ഭാരത്തിലെത്തി, ഏതാണ്ട് 265 ടണ്ണോളം ഭാരം, അത് ഏത് രൂപത്തിലാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാർഗോ ബേ ആണ് ഈ വിമാനത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ കാർഗോ ബേയിലെ സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ കാർഗോ ബേയ്ക്ക് മുകളിലായിട്ടാണ് ഇതിൻ്റെ കോക്പിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം കോക്പിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ക്രൂ മെമ്പേഴ്സ് ചേർന്നാണ് ഈ വിമാനം പറത്തുന്നത്. അതായത് പൈലറ്റ്,
കോ പൈലറ്റ്, നാവിഗേറ്റർ, റേഡിയോ ഓപ്പറേറ്റർ, പിന്നെ 2 ഫ്ലൈറ്റ് എഞ്ചിനീയർമാർ. ഇത്രയും പേര് ചേർന്നാണ് ഈ വിമാനത്തെ ചലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്ട് ഒരു 18 മീറ്റർ ഉയരമുള്ള ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കോക്പിറ്റിലേക്ക് കയറണമെങ്കിൽ ആദ്യം കാർഗോ ബേയിലേക്ക് കയറി അവിടെ നിന്ന് വീണ്ടും ഒരു ഏണി വെച്ചാണ് ഈ കോക്പിറ്റിലേക്ക് ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇത്രയും ഭീമാകാരനായ ഒരു വിമാനം പറത്തുന്നതിനേക്കാളും പ്രയാസം അത് ലാൻഡ് ചെയ്യിക്കാനും ടേക്ക് ഓഫ് ചെയ്യിക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന് വളരെ സങ്കീർണമായ ഒരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റം തന്നെയുണ്ട്. സാധാരണ നമുക്ക് പരിചയമുള്ള വലിയ വിമാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വലിയ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റമാണുള്ളത്. ഏതാണ്ട് 32 വീലുകളുള്ള ഒരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് മുൻഭാഗത്ത്, അതായത് നോസിൻ്റെ താഴെയായിട്ട് 4 വീലുകളുണ്ട്. അതായത് 2 പെയർ വീലുകൾ വീതം ഘടിപ്പിച്ച ഒരു ടിൻ ലാൻഡിംഗ് ഗിയർ സിസ്റ്റം നോസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തായിട്ടുണ്ട്. ഇതുകൂടാതെയാണ് 28 വീലുകളുള്ള മെയിൻ ലാൻഡിംഗ് ഗിയർ വരുന്നത്. ഇപ്പോൾ 28 വീലുകൾ എന്ന് പറഞ്ഞാൽ ഇരുവശത്തും 14 വീലുകൾ, അതായത് 7 പെയർ വീലുകൾ വീതം ഇരുവശത്തും. അപ്പം ഒരു വശത്തുള്ള 7 പേർ വീലുകൾ എടുക്കുകയാണെങ്കിൽ ഈ 7 പേരിൽ 4 പേർ വീലുകൾ, അത് പുറകുഭാഗത്തുള്ള 4 പേർ വീലുകൾ നമുക്ക് സ്റ്റീർ ചെയ്യാവുന്ന തരം വീലുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിയർ ഭാഗത്ത് വരുന്ന ലാൻഡിംഗ് ഗിയറിലെ വീലുകൾ സ്റ്റീറബിൾ ആക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് നമുക്കറിയാം, ഇന്ന് വലിയ കാറുകളിലും SUV-കളിലും ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു സിസ്റ്റമാണ് റിയർ വീൽ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതായത് റിയർ വീലിനെ സ്റ്റീർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വാഹനങ്ങളുടെ ടേണിംഗ് റേഡിയസ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള വിമാനം, അതായത് ഏതാണ്ട് 84 മീറ്റർ നീളവും 88 മീറ്റർ വിങ് സ്പാനുമുള്ള ഈ വിമാനം ഒരു 60 മീറ്റർ വീതിയുള്ള റൺവേയിൽ ടേൺ ചെയ്തെടുക്കാൻ സാധിക്കും. ടേൺ ചെയ്തെടുക്കില്ല, വട്ടം തിരിക്കാൻ സാധിക്കും. ഇതിലും മികച്ച ലാൻഡിംഗ് ഗിയർ സിസ്റ്റമുള്ള വിമാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇതിലും മികച്ച ലാൻഡിംഗ് ഗിയർ സിസ്റ്റമുള്ള വിമാനങ്ങളുണ്ട്. അതായത് ഏതാണ്ട് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ AN225 അടുത്ത് നിൽക്കുന്ന ലോക്ക്വുഡ് C5 ഗാലക്സി എന്ന് പറയുന്ന അമേരിക്കയുടെ കാർഗോ വിമാനമുണ്ട്. അതിലും ഏതാണ്ട് സമാനമല്ല, ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള, ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ തൽക്കാലം ഗാലക്സിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഗാലക്സിയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി ഈ ലാൻഡിംഗ് ഗിയർ സിസ്റ്റം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ സിസ്റ്റം ഏതാണ്ട് പൂർണ്ണമായും റിട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ലാൻഡിംഗ് ഗിയർ സിസ്റ്റമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ നോസാണ് ഈ പറഞ്ഞ കാർഗോ ബേയുടെ ഹാച്ചായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നോസ് മുകളിലേക്ക് ഉയർത്തിയാണ് ഇതിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് സുപരിചിതമായിട്ടുള്ള പല കാർഗോ എയർക്രാഫ്റ്റുകൾ, ഈവൻ ഗ്ലോബ് മാസ്റ്റർ പോലെയുള്ള വിമാനങ്ങളിലൊക്കെ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത് റിയർ ഹാച്ചിലൂടെയാണ്. അതായത് വാനിൻ്റെ താഴെയുള്ള ഹാച്ച് ഡോർ തുറക്കുകയും ഈ ഹാച്ച് ഡോർ ഒരു ലോഡിംഗ് റാമ്പായിട്ട് മാറുകയും അതിലൂടെ സാധനങ്ങൾ ലോഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഈ AN225 ലോഡ് ചെയ്യുന്നത് വിമാനത്തിൻ്റെ മുൻഭാഗത്തൂടെയാണ്. അപ്പോൾ അങ്ങനെ ലോഡിംഗ് ബേയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാർഗോ വിമാനത്തിൻ്റെ കാർഗോ ബേയുടെ രൂപം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ മുൻഭാഗത്തിനായിരിക്കും ഏറ്റവും ഉയരം കൂടുതൽ. അപ്പോൾ ആ മുൻഭാഗത്ത് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള വളരെ ഉയരമുള്ളൊരു വസ്തു നമ്മൾ ഈ റിയർ ഡോറിലൂടെ, റിയർ ഹാച്ചിലൂടെ അകത്തേക്ക് കയറ്റാൻ അസൗകര്യമാണ്. കാരണം റിയർ ഹാച്ചിന് ഈ മുൻഭാഗത്തിന് ഉയരത്തിന് സമാനമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വാലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഈ ഡോറിൻ്റെ, ഈ റിയർ ഹാച്ച് ഡോറിൻ്റെ വലിപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഫ്രണ്ട് ഭാഗം, ഈ നോസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുറക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്തിന് മാക്സിമം ഉയരം അല്ലെങ്കിൽ മാക്സിമം വിഡ്ത്ത് പരിപൂർണമായിട്ടും ലോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പം ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ലോഡിംഗ് ബേ തുറക്കുമ്പോഴത്തേക്കിന് വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഈ വിമാനത്തിന് ഇത്ര ഉയരമുള്ളൊരു വിമാനമാണ്, 18 മീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം ഉയരം എന്ന് പറയുന്നത്. അപ്പം റിയർ ഹാച്ച് ഡോർ ലോഡിംഗ് റാമ്പാക്കി മാറ്റുന്ന പോലെ ഫ്രണ്ടിൽ ലോഡിംഗ് റാമ്പ് സൃഷ്ടിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ ആ അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് ഈ വിമാനത്തിൻ്റെ ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ ഫോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തിട്ട് വിമാനത്തിൻ്റെ മുൻഭാഗം താഴ്ത്തുക. അതായത് വിമാനം ഏതാണ്ട് മൂക്കുകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ വിമാനം മുട്ടുമടക്കി, അതായത് ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ മടക്കി മൂക്ക് കുത്തുമ്പോഴത്തേന് വിമാനത്തിൻ്റെ ഭാരം മുഴുവൻ താകുന്നത് കാലുകൾ പോലെയുള്ള വെർട്ടിക്കൽ സ്ട്രട്ടുകളാണ്. അതായത് വിമാനത്തിൻ്റെ നോസ് മുകളിലേക്ക് ഉയർത്തി ലോഡിംഗ് ബേ തുറക്കുന്നു, ഒപ്പം ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ ഫോൾഡ് ചെയ്ത് വിമാനം ലോവർ ചെയ്യുന്നു. അതിനോടൊപ്പം വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഏതാണ്ട് പാമ്പ് നാക്ക് നീട്ടുന്ന പോലെ ഒരു ലോഡിംഗ് റാമ്പ് പുറത്തേക്ക് അൺഫോൾഡ് ചെയ്യപ്പെടുന്നു. ഈ ലോഡിംഗ് റാമ്പിലൂടെയാണ് സാധനങ്ങൾ ലോഡിംഗ് ബേയിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ലോഡിംഗ് ബേയിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ലോഡിംഗ് റാമ്പിലൂടെ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം വിഞ്ചുകളും മറ്റും ഉപയോഗിച്ചാണ് ഈ ലോഡ് ഇതിലേക്ക് വലിച്ചു കയറ്റുന്നത്. കൂടാതെ ഇതിനുള്ളിൽ ഏതാണ്ട് 33 ടണ്ണോളം ഭാരം ഉയർത്താൻ ശേഷിയുള്ള ഒരു ഇൻബിൽട്ട് ക്രെയിനുമുണ്ട്. അപ്പോൾ 43 മീറ്റർ നീളവും 6.4 മീറ്റർ വീതിയും ഏതാണ്ട് 4.4 മീറ്റർ ഉയരവുമാണ് ഈ കാർഗോ ബേക്ക് അല്ലെങ്കിൽ കാർഗോ കമ്പാർട്ട്മെന്റിന് ഉള്ളത്. ഇതിൽ പലതരത്തിലുള്ള ലോഡുകൾ ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കാർഗോ കണ്ടെയ്നർ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ട്രക്കിലൊക്കെ കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ, ഇത്തരത്തിലുള്ള 16 കണ്ടെയ്നറോളം ഇതിനുള്ളിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ 80 പാസഞ്ചർ കാറുകളോളം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാം. അതുപോലെ ഇച്ചിരി കൂടി ഒരു എക്സ്ട്രീം ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു ബോയിങ് 377
വിമാനം നമ്മൾ സാധാരണ യാത്രാ വിമാനമായിട്ട് ഉപയോഗിക്കുന്ന ബോയിങ് 377 വിമാനം അതിൻ്റെ ചിറകൊക്കെ ഡിറ്റാച്ച് ചെയ്ത് ആ ഫ്യൂസലാജ് അതേപടി ഈ വിമാനത്തിനുള്ളിൽ നിസ്സാരമായിട്ട് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും ഭീമാകാരനായി ഈ വിമാനം പറക്കാൻ ആവശ്യമായ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉച്ചോങ്കോ പ്രോഗ്രസ് ലത്രോ D18T ടർബോഫാൻ എഞ്ചിനാണ്. അതായത് 6 ടർബോഫാൻ എഞ്ചിനുകളാണ് ഇതിനാവശ്യമായ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനിയും ഇത്രയും ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ മാത്രം ഉണ്ടായപ്പോൾ ഈ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫ്യൂവൽ വേണം. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ 365 ടൺ ഫ്യൂവലാണ് ഈ വിമാനത്തിൽ ഒറ്റയടിക്ക് നിറയ്ക്കാൻ സാധിക്കുന്നത്. ഇതിനാവശ്യമായ ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചിറകുകളിലാണ്. അതായത് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട രീതിയിലുള്ള 18 ഫ്യൂവൽ ടാങ്കുകളാണ് ഇതിൻ്റെ ചിറകുകളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം റേഞ്ച് ആയിട്ട് പറയുന്നത് 15400 കിലോമീറ്ററാണ്. അതായത് ഇതിൻ്റെ ഫുൾ ഫ്യൂവൽ കപ്പാസിറ്റിയിൽ ഏതാണ്ട് 19 മണിക്കൂർ ഈ വിമാനത്തിന് നിർത്താതെ പറക്കാൻ സാധിക്കും. അതായത് 850 km/h എന്നുള്ളതാണ് മാക്സിമം സ്പീഡ്. 800 km/h ആണ് ക്രൂയിസിംഗ് സ്പീഡ്. ഈ സ്പീഡിൽ ഈ വിമാനത്തിന് ഇതിൻ്റെ ഫുൾ ഫ്യൂവൽ കപ്പാസിറ്റിയിൽ ഏതാണ്ട് 19 മണിക്കൂർ നിർത്താതെ പറക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് വിമാനം കാലിയായിട്ട് പറക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ കാർഗോയുടെ ലോഡ് ചെയ്യുമ്പോഴത്തേന് ഇതിൽ നിറയ്ക്കാൻ സാധിക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് വ്യത്യാസം വരും. അതുപോലെ തന്നെ കാർഗോയുടെ ഭാരം എല്ലാം കൂടെ വരുമ്പോഴത്തേന് എഞ്ചിൻ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും. അതുപോലെ റേഞ്ച് ഗണ്യമായിട്ട് കുറയും. അതായത് ഒരു 250 ടൺ ഭാരം അങ്ങോട്ട് കയറ്റുകയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് 4000 കിലോമീറ്ററായിട്ട് കുറയും. അപ്പോൾ സർവീസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ 36,000 ഫീറ്റ്, അത് 36,000 ഫീറ്റാണ്. അതുപോലെ തന്നെ ക്രൂസിംഗ് സ്പീഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 800 km/h ആണ് അതിൻ്റെ ക്രൂസിംഗ് സ്പീഡ്. അപ്പോൾ നമുക്ക് സുപരിചിതമായിട്ടുള്ള കാർഗോ വിമാനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലോക്ക്വുഡ് C5 ഗാലക്സി അല്ലെങ്കിൽ ബോയിങ് C-17 ഗ്ലോബ് ഈ പറഞ്ഞ പേരുകളൊക്കെ വിമാനങ്ങളുടെ ബ്രാൻഡ് നെയിമുകളാണ്. അതായത് ഈ പേരിൽ 100 കണക്കിന് വിമാനങ്ങൾ അമേരിക്ക നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ പറഞ്ഞ ഗ്ലോബ് മാസ്റ്റർ പോലുള്ള വിമാനങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സോവിയറ്റ് വിമാനം ആന്റനോവ് AN-225 മറിയ എന്ന ഈ സോവിയറ്റ് വിമാനം ഈ അമേരിക്കൻ വിമാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആന്റനോവ് 225 മറിയ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡ് നെയിം ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരേ ഒരു വിമാനം മാത്രമേ നിർമ്മിക്കപ്പെട്ടുള്ളൂ. അതായത് 1985 USSRന്റെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ വിമാനമാണിത്. അങ്ങനത്തെ ഒരു വിമാനം മാത്രമേ USSR നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പേരിൽ ഒരേ ഒരു വിമാനമേ ഈ ലോകത്തുള്ളൂ. ഒരേ ഒരു വിമാനമേ ഈ ലോകത്തുള്ളൂ എന്നല്ല, ഒരേ ഒരു വിമാനം ഈ ലോകത്തുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതായത് സമകാലീനമായ ഈ റഷ്യ-യുക്രൈൻ വാറിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു വൻ നഷ്ടമാണ് AN-225 മറിയ എന്ന ഈ വിമാനം. അതായത് ഈ യുദ്ധത്തിന് ഭാഗമായിട്ട് യുക്രൈനിലേക്ക് ആക്രമണം നടത്തി കയറിയ റഷ്യൻ സൈനികർ ഹാങ്ങറിൽ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കിടന്ന ആന്റനോവ് 225 തീയിട്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കി. അതായത് യുദ്ധത്തിന്റെ ഭാഗമായി പലപ്പോഴും പല രാജ്യങ്ങളിലും പ്രധാന സ്മാരകങ്ങളും ചരിത്രത്തിന്റെ അവശേഷിപ്പുകളും ഒക്കെ ആക്രമിച്ച് കടന്നു വരുന്ന സൈനികർ നശിപ്പിച്ചു കളയാറുണ്ട്. ഏതാണ്ട് അതിന് സമാനമായി സോവിയറ്റ് എഞ്ചിനീയറിംഗിന്റെ മകുടോദാഹരണം എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ കാർഗോ വിമാനത്തിനെ, അല്ലെങ്കിൽ സോവിയറ്റ് പ്രതാപകാലത്തെ ബഹിരാകാശ ഗവേഷണങ്ങളിലെ ഒരു തിരിശേഷിപ്പ് എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടു. കൊടുങ്കാറ്റിനെ ഉള്ളിൽ ആവാഹിച്ച 6 ഭീമാകാരൻ എഞ്ചിനുകളെ ചിറകിൽ തൂക്കി ആകാശത്തേക്ക് പറന്നുയരുന്ന ആ ഭീകര സത്വം ഇനിയില്ല. സൃഷ്ടാക്കളാൽ തന്നെ ചിറകരിയപ്പെട്ട ആന്റനോവ് AN-225 മറിയ എന്ന സോവിയറ്റ് എഞ്ചിനീയറിംഗ് വിസ്മയത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.